ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ മുട്ടയും അതേപോലെ തന്നെ ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കിടിലൻ സ്നാക്സാണ്. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ എല്ലാവരും നമ്മുടെ ഈ സ്നാക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരില്ലെങ്കിൽ ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ അവിടെ തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്സ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സിന് വേണ്ടി ആദ്യം തന്നെ നമുക്കൊരു മാവ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി ആയിരിക്കും കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. നമ്മുടെ ഈ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈദ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഗോതമ്പ് പൊടി എടുത്തത്. മൈദയാണെങ്കിലും 1.5 കപ്പ് തന്നെ എടുക്കുക. 250 ml കപ്പിനാട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഇതിനകത്ത് കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ പരത്തിയെടുക്കാനൊക്കെ ആണെങ്കിലും നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നോക്കി കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഒരേ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് നമുക്ക് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാനായിട്ട് നമ്മുടെ മുട്ടയുടെ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സവാള എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് ഉള്ളതാണ്, ഒരുപാട് വലുതൊന്നുമല്ല. വലുതാണെങ്കിൽ ഒരു 1.5 സവാള എടുത്താൽ മതി. അതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. തീരെ ചെറുതായിട്ട് ചോപ്പൊന്നും ചെയ്യേണ്ട. ഇതേപോലെ ചെറുതായിട്ട് കുരുകുരാന്നൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതിയോ. അപ്പോൾ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി കേട്ടോ. ഒരുപാട് ഹൈ ഫ്ലെയിമിലേക്കും ലോ ഫ്ലെയിമിലേക്കും വെക്കണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി ഇത് പതുക്കെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. നമ്മുടെ ഈ സവാളയുടെ കൂടെ തന്നെ ഒരു 2 നല്ല എരിവുള്ള പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 1 ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്താണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അതങ്ങ് ചേർത്ത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പച്ചമണം മാറി ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഇതേപോലെ ഇപ്പോൾ ഒന്ന് വാടി വന്ന നമ്മുടെ സവാളയിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലി ആയിട്ട് എടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടി നമ്മൾ നേരത്തെ മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി ചേർത്താൽ മതി. കൂടെ തന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗരം മസാലയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ വേണ്ട, ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് അത്രയും മതിയാവും. അപ്പോൾ ഇത്രയും മാത്രമാണ് പൊടികളായിട്ട് വേണ്ടത്. ഇനിയിപ്പോൾ എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇതിനകത്തേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. തക്കാളിയും കൂടി ചേർത്ത് നമുക്കെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയത്തിലാക്കി നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് ശരിക്കും ഒന്ന് വെന്ത് വാടിക്കുഴയുന്നത് വരെ ഒന്ന് വേവിച്ചാൽ മാത്രം മതിയാവും. ഇപ്പോൾ നമ്മുടെ തക്കാളി പതുക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തക്കാളി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് 3 പുഴുങ്ങിയ മുട്ട അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ മഞ്ഞയോട് കൂടി തന്നെയാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നമ്മുടെ മഞ്ഞക്കുരു ഒന്ന് ഒട്ടും തന്നെ ഉടയാതെ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സ്പീഡിന് നന്നായിട്ട് മുറുക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മഞ്ഞയൊക്കെ ആണെങ്കിലും ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് നോക്കി പതുക്കെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമ്മുടെ മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടി ഒരു 2-3 മിനിറ്റും കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ആണെങ്കിലും മുട്ടയിലേക്ക് ശരിക്കും പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിന് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഇതിൻ്റെ തീ ചൂടൊന്ന് ആറാൻ വേണ്ടി നമുക്കവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ മസാലയുടെ ചൂടൊക്കെ നന്നായിട്ട് നാറി വരുന്ന സമയത്ത് നമ്മളിവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മാവുണ്ടല്ലോ, അത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കുന്ന പോലെ ചെറുതായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അത് ഓരോന്ന് വേണം നമുക്കൊന്ന് പരത്താനായിട്ട്.
അപ്പോൾ ഞാനിവിടെ പത്തിരി പ്രസ്സാട്ടോ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ചപ്പാത്തി പലകയിൽ വെച്ച് പരത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പത്തിൽ എല്ലാ സൈഡും ഒരേ കനത്തിൽ കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ പത്തിരി പ്രസ് എടുത്തത്. എല്ലാം ഇവിടെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പരത്താനായിട്ട് നമ്മുടെ ഈ പത്തിരി പ്രസ്സിലേക്ക് കുറച്ച് എണ്ണയാണ് ഒന്ന് പറ്റി കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും എണ്ണ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിതങ്ങ് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് സൈഡിലും എണ്ണയൊക്കെ പറ്റി നമുക്ക് ഓരോന്നെടുത്ത് ഇതിനകത്തേക്ക് അങ്ങ് വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അങ്ങ് പരന്ന് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മളിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, ഒരുപാട് കനത്തിലൊന്നുമല്ല, എന്നാൽ തീരെ കനം കുറച്ചും അല്ലാത്ത രീതിയിലാണ് നമ്മൾ പരത്തിയെടുത്തിരിക്കുന്നത്. അതായത് ഈ ഒരു കനം ഇത്രയും മതിയാവും. ഒരുപാട് കനത്തിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊക്കെ ആണെങ്കിൽ വെന്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു കനത്തിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം പെട്ടെന്ന് പരത്തിയെടുക്കാം. നമ്മളിപ്പോൾ ഓരോന്ന് പരത്തുമ്പോഴും ഇതേപോലെ ചപ്പാത്തി പലകയിൽ എണ്ണയൊന്ന് പറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടുള്ളൂ. ഇതേപോലെ എല്ലാം അങ്ങ് പരത്തി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളിവിടെ പരത്തി വെച്ച ഓരോന്നിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി നമ്മുടെ മുട്ടയുടെ മസാല ഉണ്ടല്ലോ, അത് നമുക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ പതുക്കെ രണ്ട് വശം ഒന്ന് മടക്കി പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് ഒട്ടും തന്നെ പുറത്തേക്ക് നമ്മുടെ ഈ മസാല വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഈ രണ്ട് വശം ഇതേപോലെ പതുക്കെ ഒന്ന് മടക്കി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് പതുക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വിടർന്നു പോരും. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊട്ടും തന്നെ ഒട്ടിയിരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മൈദയുടെ പേസ്റ്റ് നമ്മൾ ഇതേപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതാണ്. അപ്പോൾ അത് ഇതേപോലെ എല്ലാ സൈഡിലേക്കും അങ്ങ് വെച്ചിട്ട് പതുക്കെ ഒന്ന് മടക്കി കൊടുത്താലും മതിയാവും. അപ്പോൾ ഒട്ടും തന്നെ വിട്ടു പോരാതെ എണ്ണയിലിടുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മാവിലേക്കും നമ്മുടെ മാവിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് നമുക്ക് സ്നാക്സിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്സാണ്. നമ്മുടെ മസാല ഒന്ന് വഴറ്റിയെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. കണ്ടത് ഇതേപോലെ ഒന്ന് മടക്കി രണ്ട് സൈഡും ഒന്ന് അടച്ചു കൊടുത്താൽ മാത്രം മതിയാവും. വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പതുക്കെ കൈവച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, അതിനകത്ത് വെള്ളം ഒരുപാട് കൂടുതലായി പോയി കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് പരത്തിയെടുക്കാനും അതേപോലെ തന്നെ ഉള്ളിലൊക്കെ ഫില്ലിങ് വെച്ച് വരാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ വെള്ളം കുറച്ച് നോക്കിയിട്ട് നന്നായിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാ സ്നാക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടാണെങ്കിൽ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓരോന്ന് വീതം വെച്ച് നമുക്കങ്ങ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം ഗ്യാസ് ഒരു മീഡിയത്തിലേക്ക് നമ്മളൊന്ന് മാറ്റി കൊടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് ആകെ കരിഞ്ഞു പോകും. കാരണം നമ്മുടെ ഗോതമ്പൊടിക്കാണെങ്കിലും ഒട്ടും തന്നെ കനമില്ലാതെ നമ്മൾ തീരെ കനം കുറച്ചല്ലേ പരത്തിയെടുത്തത്. അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിടുകയാണെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കുകയും ചെയ്യും. അപ്പോൾ മീഡിയത്തിലിട്ട് രണ്ട് വശം നമുക്ക് ഇതേപോലെ ഇങ്ങ് റെഡിയാക്കി എടുക്കാം. കണ്ടത് പൊട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെയും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പൊടി മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ തന്നെ കമൻസൊക്കെ അറിയിക്കുക. ഒരുപാടൊക്കെ തണുത്ത് പോയിട്ട് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറു ചൂടോട് കൂടി സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കും ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത്. കൂടെ തന്നെ ഒരു ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചൂട് ചായയുടെയും സോസിൻ്റെയൊക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാം. മാത്രമല്ല നമ്മുടെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള നല്ല അടിപൊളി വീഡിയോസിൻ്റെ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.